എല്ലാവർക്കും നമസ്കാരം. ടോക്ക് ഓഫ് ദി ടൗണിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിൽ സംസാരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി ദൃഢം, ആ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് മാർട്ടിൻ ജോസഫ്. അദ്ദേഹം ഇതിനു മുമ്പ് ജീത്തു ജോസഫിൻ്റെ കൂടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാൾ കൂടിയാണ്. ഇപ്പം നേരായാലും കൂമൻ അങ്ങനെ കുറേ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഇങ്ങനൊരു ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലീഡ് ആക്ടേഴ്സ് എന്ന് പറയുന്നത് ഷെയ്ൻ നിഗം, അതുപോലെ ശോഭി തിലകൻ, അവരൊക്കെയാണ് ഇതിൻ്റെ ഒരു ലീഡിങ് റോള് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫിയും ഒരു ഭയങ്കര ഒരു റൂറൽ ആയിട്ടുള്ളൊരു വില്ലേജിൽ ഫസ്റ്റ് അസൈൻമെൻ്റ് ആയിട്ട് ജോലി കിട്ടുന്നതും ആ ഒരു സ്റ്റേഷനിൽ പിന്നീട് നടക്കുന്ന കുറേ സംഭവങ്ങളാണ് ഈ ഒരു സിനിമയുടെ ഒരു സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത്. ഷെയ്ൻ നിഗം അവതരിപ്പിക്കുന്ന ക്യാരക്ടറിൻ്റെ ഫസ്റ്റത്തെ അസൈൻമെൻ്റ് ആണ് ആ ഒരു സ്റ്റേഷനിൽ ജോലി എന്ന് പറയുന്നത്. തീരെ എന്താ പറയുക, അങ്ങനത്തെ പ്രശ്നങ്ങളും ഒന്നുമില്ലാണ്ട് പോകുന്നൊരു സ്റ്റേഷനിൽ ഷെയ്ൻ നിഗം ചാർജ് എടുക്കുന്നതിന് ശേഷം നടക്കുന്ന കുറേ ഇൻസിഡൻസ് അവിടെ സംഭവിക്കുകയാണ്. ആ ചാർജ് എടുക്കുന്നതിന് ശേഷം അതൊക്കെ ഒരു പുതിയ ആളെന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണ കേസുകൾ, അവസാനം അത് വലിയൊരു ഇൻസിഡൻസും കാര്യങ്ങളായിട്ട് മാറണതും, അതിൻ്റെ ഫൈനല് ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡിൽ പോണ ഒരു സിനിമയുടെ ലാസ്റ്റ് അത് റിവീൽ ചെയ്യണതുമാണ്. അപ്പോൾ ഈ സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് വളരെ ഒരു സ്ലോ പേസിൽ പോകുന്ന ഒരു സിനിമയാണ്. ഇൻ്റർവെൽ സീനിൽ എത്തുമ്പോഴേക്കും ഇൻ്റർവെല്ലൊക്കെ ആവണ സമയത്താണ് കുറച്ചും കൂടിയും അതിൻ്റെ ഒരു ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് കടക്കണത്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൽ ഇത് എങ്ങനെയാണ്, ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതും അത് ഫൈനലി ഒരു വളരെ നല്ല ഒരു ട്വിസ്റ്റോടെ, നമ്മളൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സസ്പെൻസോട് കൂടിയിട്ട് ഇത് റിവീൽ ചെയ്യണതാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ തിയേറ്റേഴ്സിൽ ഇപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യുക. താങ്ക് യു.